ഹായ് മക്കളെ, അപ്പൊ ടീച്ചർ എന്ന് വന്നേക്കുന്നത് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അയാം കലാം കെ ബഹാനെ എന്നുള്ള ഒരു ചാപ്റ്ററിന്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ടീച്ചർ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും 1 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്, 2 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്, 4 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും നല്ലപോലെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, 1 മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടില്ല കേട്ടോ. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിന്റെ വീഡിയോ എല്ലാവരും കണ്ടില്ലേ? അപ്പൊ അതൊക്കെ നല്ലപോലെ പഠിക്കുക. അപ്പൊ നമ്മുടെ 4th ചാപ്റ്റർ ആയിട്ടുള്ള അയാം കലാം കെ ബഹാനെ, മിഹിറാണ് ഇതിന്റെ ലേഖനം, നമുക്കറിയാം. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 1 മാർക്കിന്റെ ചോദ്യങ്ങൾ നോക്കാം. കുറച്ചധികം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. അർത്ഥം മനസ്സിലാക്കി പഠിക്കണം കേട്ടോ എല്ലാത്തിന്റെയും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? അയാം കലാം കെ ബഹാനെ കിസ് വിദാ കി രചനാ ഹേ. അയാം കലാം കെ ബഹാനെ എന്നുള്ളത് കിസ് വിദാ കി രചനാ ഹേ, എന്ത് ടൈപ്പിൽ പെട്ട രചനയാണ്? കവിതയാണോ, കഥയാണോ, എന്ത് ടൈപ്പിൽ പെട്ട രചനയാ? ഫിലിമിലേഖ്. നമ്മൾ ഈ ഒരു യൂണിറ്റിൽ മൊത്തം ഒരു ഫിലിമിലേഖ പഠിക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഫിലിമിലേഖാണ്, സിനിമ ലേഖനാണ് അയാം കലാം കെ ബഹാനെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അയാം കലാം കെ ബഹാനെ നാമക് ഫിലിമിലേഖ കാ രചനാകാർ കോൻ ഹേ. ഈ അയാം കലാം എന്നുള്ള ഫിലിമിലേഖിന്റെ രചനാകാർ ആരാണ്? അത് എഴുതിയത് ആരാ? മിഹിർ. അതിലെ തന്നെ ഒരു കഥാപാത്രമായിട്ടുള്ള മിഹിറാണ് ആ ഒരു കഥ എഴുതിയത്, ഫിലിമിലേഖ എഴുതിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാവ് കെ സ്കൂൾ മേം, ഗ്രാമത്തിലെ സ്കൂളിലെ മേരാ ഏക് സാഥി താ, എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. കോൻ, ആരായിരുന്നു ആ ലേഖകന്റെ കൂട്ടുകാരൻ? മോർപാൽ. നമ്മുടെ ടെക്സ്റ്റിൽ അതേ വരിയാണ്, ഇതേപോലെ തന്നെയാണ് നമുക്ക് എക്സാമിന് ചോദിക്കാം. മോർപാലാണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കക്ഷാ മേം, ക്ലാസ്സിൽ മിഹിർ ഓർ മോർപാൽ, മിഹിറും മോർപാലും ഏക് സാത്ത് ബിഠായാ കർത്താ താ. ക്യോ ഏക് സാത്ത് ബിഠായാ കർത്താ താ എന്ന് വെച്ചാല് ഒരേ സ്ഥലത്താണ്, ഒരുമിച്ചാണ് ഇരിക്കാറ്. ക്യോ, എന്തുകൊണ്ടാണ് അവര് ഒരുമിച്ചിരിക്കാറുള്ളത്? ഉത്തരം എന്താ അതിന്റെ? ദോനോം കെ നാം കാ, 2 പേരുടെയും നാം കാ, പേരിന്റെ പഹലാ അക്ഷർ മിൽനെ കി വജഹ സേ, ആദ്യത്തെ അക്ഷരം സെയിം ആയതുകൊണ്ടാണ് അവർ ഒരേ പ്ലേസിൽ ഇരിക്കാറ്. മോർപാൽ എന്ന് പറയുമ്പോൾ എം ആണ്, മിഹിർ എന്ന് പറയുമ്പോൾ എം അല്ലേ, അപ്പൊ ഫസ്റ്റ് ലെറ്റർ സെയിം അല്ലേ, അതുകൊണ്ട് അവര് ഒരേ സ്ഥലത്താണ് ഇരിക്കാറ്, ഒരുമിച്ചാണ് ഇരിക്കാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാംജെ ഗിൽ ജാന, അത് നമ്മുടെ ടെക്സ്റ്റിൽ ഒരു വേർഡാണ് കേട്ടോ. മത്ലബ് ക്യാ ഹേ, അതിന്റെ അർത്ഥം എന്താണെന്നാണ്. അതിന്റെ അർത്ഥം എന്താ? പ്രസന്ന ഹോന എന്നാണ്. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ ചിലപ്പോ അങ്ങനെയാണ് എക്സാമിന് ചോദിക്കുക. അപ്പൊ നമുക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ അല്ലേ, പിന്നെ കൺഫ്യൂഷൻ വരില്ല. പ്രസന്ന ഹോന, രാജ്മാ ചാവൽ കാണുമ്പോ നമ്മളുടെ മോർപ്പാലിന് വളരെ സന്തോഷമാവും, അപ്പോ അവന്റെ മുഖത്ത് വരുന്ന ഒരു എക്സ്പ്രഷൻ ആണ് കേട്ടോ അത്. നെക്സ്റ്റ്, മിഹിർ ഗാനെ കെ ലിയേ ക്യാ ലാത്താ താ. മിഹിർ ഗാനെ കെ ലിയേ, കഴിക്കാൻ വേണ്ടി, ക്യാ ലാത്താ താ, എന്താണ് കൊണ്ടുവരാറ്? മിഹിർ കൊണ്ടുവരാറുള്ളത് എന്താ? രാജ്മാ ചാവൽ. രാജ്മാ ചാവൽ എന്നുള്ള ഭക്ഷണമാണ് നമ്മളുടെ മിഹിർ കഴിക്കാനായിട്ട് കൊണ്ടുവരാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗേൽഗണ്ടി മേം, ഗേൽഗണ്ടി ഏതാ പീരീഡ്? നമ്മൾ ബീർ ബഹൂട്ടിയിൽ പറഞ്ഞപ്പോ അത് PT പീരീഡ് ആയിരുന്നു. ഈ ചാപ്റ്ററിൽ വരുമ്പോ അത് ഇന്റർവെല്ലാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഗേൽഗണ്ടി മേം ഇന്റർവെല്ലില് മിഹിർ ഓർ മോർപാൽ കാ സൗദാ ക്യാ താ, മിഹിറിന്റെയും മോർപാലിന്റെയും സൗദ, അവർ തമ്മിലുള്ള ആ ഇടപാടില്ലേ, അത് ക്യാ താ, എന്തായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡീൽ എന്തായിരുന്നു? ഗാനെ കി അദലാ ബദലി, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഗാനെ കി അദലാ ബദലി എന്ന് വെച്ചാല് ഫുഡിന്റെ എക്സ്ചേഞ്ച്, അവരവരുടെ ഫുഡ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യായിരുന്നു, കൈമാറുമായിരുന്നു ഇന്റർവെല്ലില്. അപ്പൊ അതാണ് ഗാനെ കി അദലാ ബദലി, ഫുഡിന്റെ എക്സ്ചേഞ്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹമാരാ സൗദാ താ, ഇപ്പൊ പറഞ്ഞ തന്നെയാണ്, ഞങ്ങൾ തമ്മിലൊരു ഇടപാടുണ്ടായിരുന്നു. ഗേൽഗണ്ടി മേം PT പീരീഡിൽ അല്ലെങ്കിൽ ഇന്റർവെല്ലില് ഗാനെ കി അദലാ ബദലി കാ, ഫുഡിന്റെ എക്സ്ചേഞ്ച് ആയിരുന്നു അത്. അദലാ ബദലി ഇസ്കാ മത്ലബ് ക്യാ ഹേ, ഹിന്ദിയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇസ്കാ മത്ലബ് ക്യാ ഹേ, ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അതാണ് അതിന്റെ അർത്ഥം, അതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അദലാ ബദലി എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ആണ്, ലേൻദേ എന്ന് നമ്മൾ പറയും, ലേൻദേ എക്സ്ചേഞ്ച് എന്നാണ് കേട്ടോ പറയാ, ലേൻദേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചാഞ്ച് മേരി കംസോരി ഹേ, മോര് എന്റെ വീക്ക്നെസ് ആയിരുന്നു. കംസോരി ഹേ, വീക്ക്നെസ് ആയിരുന്നു, മോര് എന്റെ വീക്ക്നെസ് ആയിരുന്നു. കിസ്കി, ആരുടെ വീക്ക്നെസ് ആയിരുന്നു മോര്? മിഹിർക്കി, മിഹിറിന്റെ. പക്ഷെ മോര് ആരാ കൊണ്ടുവരാറ്? മോർപാലായിരുന്നു. അത് ആരുടെ വീക്ക്നെസ് ആണെന്ന് ചോദിച്ചാല് മിഹിറിന്റെ വീക്ക്നെസ് ആണ്. കംസോരി എന്ന് വെച്ചാല് വീക്ക്നെസ് എന്നാണ് അർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേരേ ലിയേ, എനിക്കാണെങ്കിൽ
ഏക് സാമാന്യ സി ചീസ് ഹേ. രാജ്മ എന്നുള്ളത് ഒരു സാധാരണ വസ്തുവാണ്. കിസ്കെ ലിയേ, ആർക്കാണ് അങ്ങനെ? രാജ്മ എന്നുള്ള ഒരു ഭക്ഷണം ഒരു സാധാരണ ഭക്ഷണമാണ്. ആർക്കാണ്? പണക്കാരനായിട്ടുള്ള ആർക്കായിരിക്കും? മിഹിർ കെ ലിയേ. ഇതിന്റെ ഉത്തരം മിഹിർ. മിഹിറിനാണ് രാജ്മ ചാവൽ ഒരു സാധാരണ ഭക്ഷണം. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് അർത്ഥം മനസ്സിലാക്കി വായിക്കണം. നമുക്ക് കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. അപ്പൊ വലിയൊരു ചാപ്റ്റർ ആണ്, മിസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ഭാഗത്തു നിന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ എടുത്തിരിക്കണേ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോർപാൽ കേസേ സ്കൂൾ ആത്താ. മോർപാൽ എങ്ങനെയായിരുന്നു സ്കൂളിലോട്ട് വരാറുള്ളത്? എങ്ങനെയായിരുന്നു? സൈക്കിൾ സേ, സൈക്കിൾ ചവിട്ടിയാണ്. 15 കിലോമീറ്റർ ദൂർ സേ കിസി ഗാവ് മേ, 15 കിലോമീറ്റർ ദൂരത്ത് നിന്ന് ഒരു ഗ്രാമത്തിൽ നിന്ന് നമ്മളുടെ മോർപാല് സൈക്കിൾ ചവിട്ടിയാണ് സ്കൂളിലോട്ട് വരാറുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, മേം സ്കൂൾ ജാനേ മേം രോയാ കർത്താ. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? കരയാറുണ്ട്. റോസ് ഡെയിലി നയാ ബഹാനെ ബനായ കർത്താ, ഡെയിലി പുതിയ കാരണങ്ങൾ, എക്സ്ക്യൂസസ് എല്ലാം ഉണ്ടാക്കും. കോൻ, ആർക്കാണ് സ്കൂളിൽ പോകാൻ വളരെ മടിയുള്ള ഒരാളാരാ? മിഹിർ ആണോ മോർപാലാണോ? മിഹിർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിഹിർ ഘർ പർ നാച്ചാ കർത്താ ക്യോ. മിഹിർ വീട്ടില് നാച്ചാ കർത്താ, ഡാൻസ് ചെയ്യും, ഡാൻസ് കളിക്കും. ക്യോ, എന്തുകൊണ്ടാ? എപ്പോഴാ മിഹിർ വീട്ടിൽ ഡാൻസ് കളിക്കാറുള്ളത്? സ്കൂൾ കി ചുട്ടി ഹോനെ പർ, സ്കൂളില് ലീവ് കിട്ടുമ്പോഴാണ് നമ്മളുടെ മിഹിർ വീട്ടിലായ ഒരു എൻജോയ്മെന്റ് ആഘോഷിക്കുകയാണ് ചെയ്യാൻ. വീട്ടിൽ എന്ത് ചെയ്യാറുണ്ട്? നാച്ചാ കർത്താ, ഡാൻസ് കളിക്കാറുണ്ട്. അവന് സ്കൂളിൽ പോകാൻ തീരെ ഇഷ്ടമല്ല. ആർക്കാ? മിഹിർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോർപാൽ കേലിയേ, മോർപാലിനാണെങ്കിൽ ഹഫ്തേ കാ സബ്സേ ബൂരാ ദിൻ കോൻ സാദാ. ആഴ്ചയിലെ, ഹഫ്തേ കാ എന്ന് വെച്ചാൽ ആഴ്ചയിലെ, സബ്സാ ബൂരാ ദിൻ ഏറ്റവും പൊട്ട ദിവസം, കോൻ സാദാ ഏതായിരുന്നു? മോർപാലിന് ആഴ്ചയിലെ ഏറ്റവും പൊട്ട ദിവസം ഏതായിരുന്നു? രവിവാർ, ഞായറാഴ്ചയായിരുന്നു, സൺഡേ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേം സ്കൂൾ കി, ഞാൻ സ്കൂളിലെ നീലി കാക്കി സ്കൂൾ യൂണിഫോം സേ ഹമേശ ചിടാ കർത്താ. ഞാൻ സ്കൂളിലെ ആ നീലി കാക്കി യൂണിഫോം ഇടുന്നതിൽ നിന്ന് എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? വാശി പിടിക്കാറുണ്ട്. അവൻ ഇടാൻ ഇഷ്ടമല്ല. കിസ്കെ ബാരെ മേം കഹാ ഗയാ ഹേ, ഇവിടെ ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ആരെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നേ? മിഹിർ, മിഹിറിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മൊഹല്ലെ കി ഷാദി മേം. അപ്പൊ ആ ഒരു സ്ഥലത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു കല്യാണത്തിന് മോർപാൽ കേസേ ആത്താ, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. മോർപാല് എങ്ങനെയാണ് ആ ഒരു കല്യാണത്തിന് വന്നത്? എങ്ങനെയാ വന്നേ? യൂണിഫോം പഹൻകർ. നമ്മൾ എഴുതുമ്പോ യൂണിഫോം എന്നാണ് എഴുതുക, വായിക്കുമ്പോൾ നമ്മൾ യൂണിഫോം എന്ന് വായിക്കാം കേട്ടോ. അപ്പൊ യൂണിഫോം ധരിച്ചാണ് മോർപാല് കല്യാണത്തിന് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അയാം കലാം ഫിലിം കാ നിർദ്ദേശക് കോൻ ഹേ. അയാം കലാം ഫിലിമിന്റെ സംവിധായകൻ ആരാണ്? അപ്പൊ ഒരു മൂവി ഉണ്ട് അയാം കലാം, അതിന്റെ സംവിധായകൻ ആരാണ്? നീൽമാധവ് പാണ്ഡെ എന്നാണ് ആളുടെ പേര്. ചിലപ്പോൾ ചോദിക്കുക, അത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല, ആ പേരൊന്ന് ആലോചിച്ച് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി നമ്മൾ ഫിലിമിലെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞത് ആ സ്റ്റോറിയിൽ പറയുന്നത്, ഇനി ആ ഫിലിമിലെ കാര്യങ്ങളാണ്. അയാം കലാം എന്നുള്ള ഒരു മൂവിയിലെ കാര്യങ്ങളാണ്. 2 സ്റ്റോറിയാണ് ഇതിൽ വരുന്നത്. അപ്പൊ അത് നോക്കാം. ഫിലിം കാ നായക് കലാം, ഫിലിമിലെ നായകനായിട്ടുള്ള കലാം കഹാം കാം കർത്താദ, എവിടെയാണ് ജോലി ചെയ്യുന്നത്? നമ്മുടെ മൂവിയിൽ കലാം എവിടെയാണ് ജോലി ചെയ്യുന്നത്? ചായ് കി ദുക്കാൻ മേം, ചായക്കടയിലാണ് ജോലി ചെയ്യുന്നത്. ചായക്കടയിലാണ് ജോലി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മോർപാൽ കഹാം തക് പഠ് സകാ. നമ്മുടെ മോർപാലിന് കഹാം തക് എത്രാം ക്ലാസ് വരെയാണ് പഠ് സകാ പഠിക്കാനായിട്ട് സാധിച്ചത്? മോർപാലിന് എത്രാം ക്ലാസ് വരെ പഠിക്കാൻ സാധിച്ചു? 8വീം തക്, 8ാം ക്ലാസ് വരെ നമ്മളുടെ മോർപാലിന് പഠിക്കാൻ സാധിച്ചുള്ളൂ. അതിനുശേഷം മോർപാലിന്റെ സ്കൂൾ ജീവിതം അവസാനിച്ചു. അവൻ അച്ഛന്റെ കൂടെ പണിക്ക് ഇറങ്ങാണ് ചെയ്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൂസി മേഡം ने कलाम को क्या वादा दिया. നമ്മുടെ ലൂസി മേഡം കലാമിന്, നമ്മുടെ ചോട്ടു അല്ലെങ്കിൽ കുഞ്ഞു കലാമിന് ക്യാ വാദ ലിയ, എന്ത് വാക്കാണ് കൊടുത്തത്? ഒരു വാക്ക് കൊടുത്തു. എന്ത് വാക്കാ കൊടുത്തേ? ദില്ലി ലേ ജാനെ കാ, ഡൽഹിയിലോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു വാക്കാണ് ലൂസി മേഡം കലാമിന് കൊടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്കൂൾ മേ ഭാഷൺ ദേനെ കെ ലിയേ. സ്കൂളിലെ ഭാഷൺ, പ്രസംഗം അവതരിപ്പിക്കാനായിട്ട്, സ്പീച്ച് അവതരിപ്പിക്കാൻ റൺവിജയ് പരേഷാൻ ദാക്യോ. റൺവിജയ്ക്ക് പേടിയായിരുന്നു, പരിഭ്രമമായിരുന്നു. പരേഷാൻ എന്ന് വെച്ചാൽ പേടിയായിരുന്നു. ക്യോം, എന്തുകൊണ്ടാണ്?
ഉസ്കി ഹിന്ദി ഉത്നി അച്ഛി നഹീ ഥി, അവന്റെ ഹിന്ദി അത്ര നല്ലതല്ലായിരുന്നു, അതുകൊണ്ടാണ് അവൻ പേടിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ചോട്ടെ കലാം നേ, നമ്മുടെ കുഞ്ഞിക്കുട്ടി കലാം കിസ്കെ നാം പർ ചിട്ടി ലിഖി, ആരുടെ പേരിലാണ് നമ്മുടെ കുഞ്ഞി കലാം ചിട്ടി കത്തെഴുതിയത്? ആരുടെ പേരിലാ? ഡോക്ടർ കലാം കെ നാം പർ, ആരുടെ പേരിലാ? ഡോക്ടർ അബ്ദുൽ കലാമിന്റെ പേരിലാണ് നമ്മളുടെ കുഞ്ഞി കലാമായിട്ടുള്ള ചോട്ടു കത്തെഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹം നാം ഇസ്കാ മത്ലബ് ക്യാ ഹേ, ഹം നാമിന്റെ അർത്ഥം എന്താണെന്ന് കേട്ടാ. അപ്പൊ നമ്മളുടെ കുഞ്ഞിക്കുട്ടി കലാം കത്തെഴുതുമ്പോൾ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും കലാം എന്നാണ് അവൻ വെച്ചത്. കാരണം APJ അബ്ദുൽ കലാമിന് കത്തെഴുതുന്നു, അവന്റെ പേരും കലാം എന്നല്ലേ, അപ്പൊ രണ്ടും സെയിം ആണ്. അപ്പൊ ഹം നാമിന്റെ അർത്ഥം സമാൻ നാം വാല, ഒരേ പേരിലുള്ള എന്നാണ് കേട്ടോ അർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഠാണി ഖേ റാണ ക ബേട്ട കോൻ ദ, ഠാണയിലെ രാജാവിന്റെ ബേട്ട മകൻ കോൻ ദ ആരായിരുന്നു? റൺവിജയ് അല്ലേ, രാജാവിന്റെ മകൻ ആരാ? റൺവിജയ്, രാജാവ് റൺവിജയ്, അങ്ങനെ പഠിക്കാട്ടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇസ് നാമേം, ഈ ഒരു പേരില് ഉസ്കി ആകാംക്ഷാവും ക അക്സ് ഹേ, കിസ് നാമേം, ഈ ഒരു പേരില് ഇനി വരാനിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഒരു അടയാളമായിട്ടായിരുന്നു അവൻ അവന്റെ പേര് മാറ്റിയത്. നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഏത് പേരിലായിരുന്നു? ഏത് പേരിലാ? കലാം നാമേം, കലാം എന്നുള്ളൊരു പേരിലായിരുന്നു. അപ്പൊ അവന് APJ അബ്ദുൽ കലാം അവൻ ഭയങ്കര ആഗ്രഹമാണ് നമ്മളുടെ ചോട്ടുവിന്. അപ്പൊ അതിന്റെ ഒരു തുടക്കമായിട്ടാണ് നമ്മളുടെ ചോട്ടു അവന്റെ പേര് സ്വന്തം എന്തെന്ന് മാറ്റി, കലാം എന്ന് അവനിട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റാണാസാക്കെ സേവക്, ഈ റാണാസ എന്ന് പറയുമ്പോൾ റൺവിജയുടെ അച്ഛനാണ് കേട്ടാ. റാണാസാടെ കുറച്ച് സേവക് സർവൻസ് കിസ് പർ ചോരി കാ ആരോപ് ലഗായ, ആരുടെ പേരിലാണ് മോഷണ കുറ്റം ആരോപിച്ചത്? ആരുടെ പേരിലാണ് മോഷണ കുറ്റം ആരോപിച്ചേ? കലാം പർ, നമ്മളുടെ ചോട്ടുവിന്റെ പേരിലാണ് മോഷണ കുറ്റം ആരോപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിഹിർ കെ ദോസ്ത് കെ നാം, മിഹിറിന്റെ കൂട്ടുകാരന്റെ പേരെന്താ? നമ്മൾ ഓൾറെഡി മുന്നേ പറഞ്ഞതാണ്, മോർപാൽ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അയാം കലാം ഫിലിം കാ നായക്, അയാം കലാം ഫിലിമിലെ നായകന്റെ പേരെന്താ? ചോട്ടു, ചോട്ടു എന്നല്ലേ, കലാം അല്ലെങ്കിൽ ചോട്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കലാം കാ സപ്ന ക്യാ, ദാ ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. നമ്മളുടെ ചോട്ടു കലാമിന്റെ സ്വപ്നം എന്തായിരുന്നു? കലാമിന്റെ സ്വപ്നം എന്താ? TV മേം ദേഖേ രാഷ്ട്രപതി കലാം സാ ബനന, TVയിൽ കാണുന്ന ആരുടെ പോലെ ആവാ? രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ പോലെ ആവണം എന്നായിരുന്നു നമ്മളുടെ ചോട്ടു കലാം, നമ്മുടെ കുഞ്ഞി കലാമിന്റെ ആഗ്രഹം. ഓക്കെ, അപ്പൊ ഇത്രയും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നല്ലപോലെ പഠിച്ചു വെക്കാം. ഇനി നമുക്ക് 2 മാർക്കിന്റെ പിന്നെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ മിസ് പറഞ്ഞ ഈ 1 മാർക്കിന്റെ ചോദ്യങ്ങൾ തന്നെ എക്സാമിന് ചിലപ്പോൾ 2 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇത് നോക്കാം. ഒരു സഹി മിലാൻ ആണ്. സഹി മിലാൻ എന്താ? മാച്ച് ഫോളോയിങ് ആണ് കേട്ടോ. മാച്ച് ഫോളോയിങ്, സഹി ശരിയായത് കൂട്ടിച്ചേർക്കുക എന്ന് വെച്ചാൽ എന്താ? മാച്ച് ഫോളോയിങ്. ഫിലിം കാ നായക്, ഫിലിമിലെ നായകന്റെ പേര് കലാം. മിഹിർ കാ മിത്ര, മിഹിറിന്റെ കൂട്ടുകാരൻ മോർപാൽ. ഷാദി മേ മോർപാൽ, കല്യാണത്തിന് മോർപാൽ യൂണിഫോം പഹൻകർ ആത്ത, യൂണിഫോം ധരിച്ചാണ് വരാറുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മാച്ച് ഫോളോയിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇനി ഒരു 4 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ 1 മാർക്കിന്റെ ചോദ്യങ്ങൾ ഇത്ര നന്നായി പഠിക്കുക. ഈ ഒരു മാച്ച് ഫോളോയിങ്, സഹി മിലാൻ കരി എന്ന് വെച്ചാൽ മാച്ച് ഫോളോയിങ് ആണ്. അടുത്തത് 4 മാർക്കിന്റെ ചോദ്യം നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മിഹിർ ഓർ മോർപാൽ കി ദോസ്തി പർ ടിപ്പണി ലിഖേ, മിഹിറിന്റെയും മോർപാലിന്റെയും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഒരു ടിപ്പണി എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ടിപ്പണി പഠിച്ചു വെച്ചാൽ നമുക്ക് ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ എഴുതാൻ സിമ്പിൾ ആണ്. ആ ഒരു ഭാഗത്തുനിന്ന് മിഹിറിന്റെയും മോർപാലിന്റെയും സ്റ്റോറിയിലെ ആ ഒരു ഭാഗത്തുനിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും ഈ ഒരു കാര്യം പഠിച്ചു വെച്ചാൽ. അപ്പൊ നോക്കാം. മിഹിർ ഓർ മോർപാൽ സ്കൂളി ദോസ്ത് ദേ, മിഹിറും മോർപാലും സ്കൂളിലെ കൂട്ടുകാരാണ്. വേ ദോനോ ഏക് ഹി സ്കൂൾ മേം പഠിത്തേ ദേ, അവർ രണ്ടുപേരും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. മിഹിർ ഏക് അമീർ പരിവാർ കാലെടുക്കാത, മിഹിർ ഒരു പണക്കാരനായ ഒരു സമ്പന്നനായ വീട്ടിലെ അംഗാണ് മിഹിർ, ഒരു കുട്ടിയാണ്. ഉൻകോ അവന് റോസ് സ്കൂൾ ജാന പസന്ത് നഹീദ, അവന് ഡെയിലി സ്കൂളിൽ പോകാൻ പസന്ത് നഹീദ, ഇഷ്ടമുണ്ടായിരുന്നില്ല. ഉൻകെ പാസ് അവന്റെ അടുത്ത് ബെഹ്തർ കപ്പട ഹോനെ സെ കാരൺ, നല്ല വിലപിടിപ്പുള്ള ഡ്രസ്സുകൾ ഉള്ളത് കാരണം ഉസ്കെ ലിയേ അവന് സ്കൂൾ യൂണിഫോം ബോജ് ദി, അവന് സ്കൂൾ യൂണിഫോം ഒരു ബോജ് എന്ന് വെച്ചാൽ ഭാരം, ഒരു ഭാരമായിരുന്നു. സ്കൂൾ മേ ജാനെ സമയം, സ്കൂളിലോട്ട് പോകുന്ന ആ ഒരു സമയമാണ്
വ അപ്നെ ബച്പൻ കാ അവൻ അവന്റെ കുട്ടിക്കാലത്തിലെ സബ്സ ഖരാബ് സമയ ഹേ ഏറ്റവും പൊട്ട സമയം സ്കൂളിലോട്ട് പോകുന്ന ടൈം ആയിരുന്നു. ആർക്കാണ്? നമ്മളുടെ മിഹിറിന്, പണക്കാരനായിട്ടുള്ള കുട്ടി മിഹിറിന് കേട്ടാ. നെക്സ്റ്റ് ഇതിന്റെ ഓപ്പോസിറ്റ് ക്യാരക്ടർ ആണ് ആര്? നമ്മളുടെ മോർപാൽ. അപ്പൊ നമുക്ക് നോക്കാം. ഉൻകാ സാഥി മോർപാൽ അവന്റെ കൂട്ടുകാരനായിട്ടുള്ള മോർപാൽ ദരിദ്ര പരിവാർ കാഥ ഒരു ദരിദ്രരായിട്ടുള്ള ഒരു ഫാമിലിയിലെ കുട്ടിയാണ്, ആൺകുട്ടിയാണ്. വ സ്കൂൾ ജാന ബഹുത് പസന്ദ നേരെ ഓപ്പോസിറ്റ് ആണ്. മറ്റവൻ എങ്ങനെയായിരുന്നു? നമ്മളുടെ മിഹിറിന് എങ്ങനെയായിരുന്നു? സ്കൂളിൽ പോകാനായിട്ട് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ മോർപാലിന് സ്കൂൾ ജാന ബഹുത് പസന്ദ സ്കൂളിൽ പോകാൻ വളരെ ഇഷ്ടമാണ്. വ റോസ് അവൻ ഡെയിലി 15 കിലോമീറ്റർ ദൂരം സൈക്കിൾ ചലാക്കർ സ്കൂൾ ആത്താതാ സൈക്കിൾ ചവിട്ടിയാണ് സ്കൂളിലോട്ട് വരാറുള്ളത്. ഉസേ ഗർ ഓർ ഗേത് മേം അവന്റെ വീട്ടിലും അതേപോലെ ഗേത് മേം വയലിലുമുള്ള കഠിൻ കാം കെ ബാദ് കഠിനമായ ജോലിക്ക് ശേഷം, അപ്പൊ വയലിൽ കൃഷിപ്പണിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ കഠിൻ കാം കെ ബാദ് സ്കൂൾ കാ ഏകമാത്ര സമയം സ്കൂളിലുള്ള ഒരേ ഒരു സമയം മാത്രമാണ് ബച്പൻക അച്ഛാ സമയത കുട്ടിക്കാലത്തിലെ ഏറ്റവും നല്ല സമയം ഏത് സമയമായിരുന്നു? സ്കൂളിൽ പോകുന്ന ടൈമായിരുന്നു. ഗേൽ ഘണ്ടി കി ബാദ് അപ്പൊ ആ ഒരു ഇന്റർവെല്ലിന് ശേഷം അവർ എന്ത് ചെയ്യാറുണ്ട്? ദോനും ഗാന കി അദലാ ബദലി കർത്താത രണ്ടുപേരും ഫുഡിന്റെ അദലാ ബദലി എക്സ്ചേഞ്ച് നടത്താറുണ്ടായിരുന്നു. മോർപാൽക്കോ അതെങ്ങനെയായിരുന്നു എന്നാണ് അടുത്ത വരിയിൽ പറയുന്നത്. മോർപാൽക്കോ രാജ്മ അച്ഛാ ലഗ്താത മോർപാലിന് രാജ്മാ ചാവൽ വളരെ ഇഷ്ടമായിരുന്നു. തോ മിഹിർക്കി പക്ഷേ മിഹിറിന്റെ കംസോരി മിഹിറിന്റെ വീക്ക്നെസ് എന്തായിരുന്നു? മോർപാൽക്ക ചാഞ്ച് മോർപാലിന്റെ മോരായിരുന്നു മിഹിറിന് ഇഷ്ടമുണ്ടായിരുന്ന ഫുഡ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ആ ഒരു ചാപ്റ്ററിൽ, ആ സ്റ്റോറിയിൽ പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ടിപ്പണി പഠിച്ചു വെച്ചാൽ നമുക്ക് ആ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇത് ബാച്ചിത്താണ്, വാർത്താലാപാണ്. അപ്പൊ എന്താണ് ഇൻസിഡന്റ് നോക്കാം. മിഹിർ ഗർസേ മിഹിർ വീട്ടിൽ നിന്ന് രാജ്മാ ലാത്താ ഹേ രാജ്മാ കൊണ്ടുവരും. और मोरपाल चांच गाने की दोनों गाने की अदला बदली करते मोरपाल വീട്ടിൽ നിന്ന് എന്താ കൊണ്ടുവരാ? ചാൻസ് ഗാനേക്ക് ലാത്താതാ ഫുഡ് കഴിക്കാനായിട്ട് ഫുഡായിട്ട് കൊണ്ടുവരാറുള്ളത് നമ്മുടെ മോർപാൽ എന്താ? മോരാണ് കൊണ്ടുവരാറ്. കാരണം വീട്ടിൽ വളരെ ദാരിദ്ര്യമാണ്, അതുകൊണ്ട് മോര് മാത്രമേ കൊണ്ടുവരാൻ മോർപാലിന് സാധിച്ചിരുന്നുള്ളൂ. അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താ? ഈ സമയക്കേ ഈ ഒരു ടൈമിൽ അപ്പൊ ഇന്റർവെല്ലിൽ ഇവർ ഫുഡ് എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. ഈ ഒരു സമയത്തെ മിഹിർ ഓർ മോർപാൽ കെ ബീച്ച് ബാത്ചീത് ലിയേ മിഹിറിന്റെയും മോർപാലിന്റെയും ഇടയിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. കോൺവെർസേഷൻ ബാത്ചീത് അല്ലെങ്കിൽ വാർത്താലാപ് എന്നും പറഞ്ഞിട്ട് എക്സാമിന് ചോദിക്കും. 4 മാർക്കിനാണ് ചോദിക്കുക. അപ്പൊ ഓരോ എക്സ്ചേഞ്ച് ആയിട്ട് നോക്കാം. മിഹിർ എന്താ പറഞ്ഞേ? ക്യാ ഹേ തുമാരേ ടിഫിൻ മേം എന്താണ് നിന്റെ ടിഫിൻ ബോക്സിൽ? അപ്പൊ മോർപാൽ പറയും ചാൻസിലായാ ഹൂം ഞാൻ മോര് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ മിഹിർ പറയും മേ രാജ്മാ ചാവൽ ലായാ ഹൂം ഞാൻ രാജ്മാ ചാവൽ കൊണ്ടുവന്നിട്ടുണ്ട്. യേ മുझे പസന്ദ് നഹീ ഹേ ഇതെനിക്ക് ഇഷ്ടമല്ല. അപ്പൊ നമ്മളുടെ മോർപാൽ പറയും കോയി ബാത് നഹീ കുഴപ്പമൊന്നുമില്ല. മുझे രാജ്മാ ചാവൽ പസന്ദ് ഹേ എനിക്ക് രാജ്മാ ചാവൽ ഇഷ്ടമാണ്. മിഹിർ പറയും മുझे തുമാരാ ചാൻസ് പസന്ദ് ഹേ എനിക്ക് നിന്റെ മോരും ഇഷ്ടമാണ് എന്ന് പറയും. അപ്പൊ മോർപാൽ പറയും മേരെ ഘർ മേം രാജ്മാ നഹീ ഹേ എന്റെ വീട്ടിൽ എന്തില്ല? രാജ്മാ നഹീ ഹേ എന്നാണ് കേട്ടോ. എന്റെ വീട്ടിൽ എന്തില്ല? രാജ്മാ ഇല്ല. അങ്ങനെ ഒരു ഫുഡേ ആര് കണ്ടിട്ടില്ല? നമ്മുടെ മോർപാല് കണ്ടിട്ടില്ല. അവന്റെ വീട്ടിൽ ദാരിദ്ര്യാണ് നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് അവൻ ആ ഭക്ഷണമേ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പൊ മിഹിർ പറയാണ് മേം രാജ്മാ തുമേം ദൂങ്കാ ഞാൻ രാജ്മാ നിനക്ക് തരാം. ദൂങ്കാ നൽകാം. തുമാരാ ചാൻസ് മുझे ദേങ്കാ നിന്റെ മോര് എനിക്ക് തരുവോ? മുझे ദേങ്കാ എനിക്ക് തരുവോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മളെ മോർപാൽ പറയും ടീക്ക് യാർ ഓക്കേ ഓക്കേ എന്ന് പറയും. അപ്പൊ ഇത്രയേ ഉള്ളൂ. 4 മാർക്കിന്റെ ഒരു ചെറിയൊരു കോൺവെർസേഷൻ ആണ്. അപ്പൊ ഇത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ മാത്രമേ എക്സാമിന് ചോദിക്കുള്ളൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യന്റെയും അത്രയും ഇമ്പോർട്ടന്റ് അല്ല, ഇതുവരെ ചോദിക്കാത്തൊരു ഭാഗമാണ്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എക്സ്പെക്ട് ചെയ്തിരിക്കാം. പട്കഥയാണ്. പട്കഥ എപ്പോഴും ആണ് എക്സാമിന് ബീർബഹൂട്ടി എന്നാണ് ചോദിക്കാറ്. ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടില്ല, പക്ഷെ നമുക്കൊന്ന് പട്കഥ എഴുതി നോക്കാം. ഏതാണ് സന്ദർഭം നോക്കാം. ഗേൽ ഘണ്ടി മേം ഇന്റർവെല്ലില് ഗാനെ കെ സമയം
ഫുഡിന്റെ ആ ഒരു ടൈമില് ലേഖക് നമ്മളുടെ മിഹിറും മോർപാലും വാർത്താലാപ് കെ പട്കഥ തയ്യാർ കരേ. അപ്പോൾ ഈ ഒരു ഇൻസിഡന്റ് തന്നെയാണ് അവർ ഇന്റർവെല്ലിൽ എന്ത് ചെയ്യാറുണ്ട്, ഫുഡിന്റെ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു സമയത്തുള്ള അവരുടെ ആ ഒരു കോൺവെർസേഷൻ ഇല്ലേ, അതൊരു പട്കഥയുടെ രൂപത്തിൽ എഴുതാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. പട്കഥയുടെ ഫോർമാറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ സിമ്പിൾ ആണ്. അത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്, ബീർബോകൂട്ടി ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ഥാൻ ദൃശ്യം കൊടുക്കാം കേട്ടോ. നമുക്ക് ദൃശ്യം എത്രയാ, ഏക്. ദൃശ്യം എപ്പോഴും ഏക് കൊടുത്താൽ മതി, 1. ദൃശ്യം 1 അല്ലെങ്കിൽ ദൃശ്യത്തിന് പകരം കൂടുതലും എല്ലാവർക്കും എഴുതാൻ ഇഷ്ടമുള്ളത് എന്താ, സീനാണ്. അപ്പൊ നിങ്ങൾക്ക് സീനാണ് എഴുതാൻ സിമ്പിൾ എന്നുണ്ടെങ്കിൽ അത് എഴുതാം. സീൻ എപ്പോഴും ഏക് കൊടുക്കുക, സീൻ ഏക്കാണ്. സ്ഥാൻ എവിടെയാ, സ്കൂളിലാണ്. ഇനി സമയം നമുക്ക് ഇഷ്ടമുള്ള സമയം കൊടുക്കാം, ഉച്ച സമയം കൊടുക്കാം. അപ്പൊ ഇവിടെ 2 ബജെ എന്നാണ് കൊടുത്തത്, 2 മണി കൊടുത്തു. പാത്രി കഥാപാത്രങ്ങൾ ആരൊക്കെ ഉണ്ടാവും, മിഹിറും മോർപാലും. നെക്സ്റ്റ് പാത്രം കെ ഉംറ, നമ്മൾക്ക് അവരുടെ വയസ്സിനെ പറ്റി അധികം സൂചന ഇല്ല ടെക്സ്റ്റിൽ, അപ്പൊ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. നെക്സ്റ്റ് വേഷഭൂഷ, നീലി കാക്കി സ്കൂൾ യൂണിഫോം അല്ലേ, വേഷഭൂഷ അവരുടെ കോസ്റ്റ്യൂം അതാണ്. ഇനി ദൃശ്യവിവരൺ, എന്താണ് അവിടെയുള്ള ദൃശ്യവിവരൺ, ആ സീൻ ഒന്ന് ചെറുതായിട്ട് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം, മിഹിർ ഓർ മോർപാൽ ബാത് കർ രഹേ ഹേ, മിഹിറും മോർപാലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ദൃശ്യവിവരണം എങ്ങനെ എഴുതാം, മിഹിർ ഓർ മോർപാൽ ഗേൽഗണ്ടി മേ ഗാനെ കി അദലെ ബദലി കെ ബാരെ മേ ബാത് കർ രഹേ ഹേ, ഫുഡിന്റെ എക്സ്ചേഞ്ചിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഒരു ദൃശ്യവിവരണം സിമ്പിൾ ആയിട്ട് എഴുതി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് സംവാദ്, കോൺവെർസേഷൻ ആണ് കേട്ടോ, കോൺവെർസേഷൻ. അപ്പൊ നമുക്ക് നോക്കാം. മിഹിർ, തുമാരാ ടിഫിൻ മേം ക്യാ ഹേ, നിന്റെ ടിഫിൻ ബോക്സിൽ എന്താണ്? അപ്പൊ മിഹിർ പറയും, മോർപാലാണ് കേട്ടോ ഇവിടെ ചോദിച്ചേ. അപ്പൊ മിഹിർ പറയും, മേ രാജ്മാ ചാവൽ ലാത്താ ഹൂം, ഞാൻ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്, രാജ്മാ ചാവൽ കൊണ്ടുവന്നിട്ടുണ്ട്. മോർപാല് പറയും, രാജ്മാ മുझे പസന്ത് ഹേ, എനിക്ക് രാജ്മാ പസന്ത് ഹേ, എനിക്ക് ഇഷ്ടമാണ് രാജ്മാ എന്ന് പറയും. അപ്പൊ മിഹിർ പറയും, ആജ് തുമ്നെ ക്യാ ലായാ ഹേ, ഇന്ന് നീ എന്താ കൊണ്ടുവന്നേക്കുന്നേ എന്നാര് ചോദിച്ചു, മിഹിർ ചോദിച്ചു. അപ്പൊ മോർപാല് പറയും, മേം ചാഞ്ച് ലായാ ഹൂ മേം, ഞാൻ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ചാഞ്ച് മോര് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മിഹിർ പറയും, ചാഞ്ച് മേരി കംസോരി ഹേ, ഈ മോര് എന്റെ വീക്ക്നെസ് ആണ്, മോര് എന്റെ വീക്ക്നെസ് ആണ്. മോർപാല് പറയും, മേം ആജ് തക് നേ നാ ദേക്കാ, ഞാൻ ഇന്ന് വരെ നാ ദേക്കാ കണ്ടിട്ടേ ഇല്ല. ആരാ അത് പറഞ്ഞേ, മോർപാലാണ് കേട്ടോ. മോർപാല് പറഞ്ഞു, മേം ആജ് തക് മേം, ഞാൻ ഇന്ന് വരെ നാ ദേക്കാ. ഈ നാ ദേക്ക എന്ന് പറയുമ്പോൾ നമ്മൾ ഹിന്ദിയിൽ നെഹി ദേക്ക എന്ന് പറയില്ലേ, അതിന് പകരമാണ് നമ്മൾ നാ യൂസ് ചെയ്യുക കേട്ടോ ഹിന്ദിയില്. നെഹി ദേക്ക, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല ഈ ഒരു ഭക്ഷണം. അപ്പൊ നമ്മളുടെ മിഹിർ പറയും, തും മേരി രാജ്മാ ഗാവോ, നീ എന്റെ രാജ്മാ ചാവല് കഴിച്ചോ, അങ്ങനെ പറയും. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് എന്ത് എഴുതാം, കട്ട് പറയാ, അവസാനിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് ഒരു കോൺവെർസേഷൻ എഴുതാനായിട്ട് കേട്ടോ. എവിടുത്തെ കോൺവെർസേഷൻ, പട്കഥയിലെ കോൺവെർസേഷൻ എഴുതാനായിട്ട്. പട്കഥയുടെ ഫോർമാറ്റ് ഒന്ന് നോക്കി വെക്കാം. ദൃശ്, സ്ഥാൻ, സമയ്, പാത്ര, പാത്രം കെ ഉംറ, വേഷഭൂഷ, ദൃശ്യവിവരൺ, സംവാദ്. ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ കട്ട് ആഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. 4 മാർക്കിനാണ് എക്സാമിന് പട്കഥ ചോദിക്കുക. നെക്സ്റ്റ് നമുക്കൊരു പോസ്റ്ററിന്റെ ചെറിയൊരു ഫോർമാറ്റ് ആണ്. അപ്പൊ അയാം കലാം ഫിലിം കാ പ്രദർശൻ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒരു തവണ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഫിലിം പ്രദർശനെ പറ്റി ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹെഡിങ്, എവിടെന്നാ ഹെഡിങ് എഴുതാ, ക്വസ്റ്റ്യനിൽ നിന്നാണ് ഹെഡിങ് എഴുതാ. ഫ്രം ക്വസ്റ്റ്യനിൽ നിന്ന് വേണം നമ്മൾ ഹെഡിങ് എഴുതാനായിട്ട്. നമുക്ക് ഇഷ്ടമുള്ള ഹെഡിങ് അല്ല കൊടുക്കണ്ടേ, ക്വസ്റ്റ്യനിൽ എന്താണോ സൂചിപ്പിച്ചേക്കുന്നത് അതനുസരിച്ച് ഹെഡിങ് കൊടുക്കുക. സ്ഥാൻ, ഫിലിം പ്രദർശനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ഥാനം എവിടെയായിരിക്കും, സ്കൂൾ ഹാളിലായിരിക്കും. സമയം നമുക്ക് ഇഷ്ടമുള്ള സമയം കൊടുക്കാം. ഇവിടെ ഞാനിപ്പോ കൊടുക്കാണ് സുബഹ് 10 ബജെ എന്ന് കൊടുത്തു. ഇനി താരീഖ്, ഡേറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കാം. ഡേറ്റ് എഴുതുമ്പോൾ ഇതേ ഫോർമാറ്റിൽ വേണം ഡേറ്റ് എഴുതാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതല്ലാണ്ട് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉദ്ഘാടനം വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടെ വിവിധ് പ്രതിയോഗിതായ എന്ന് വെച്ചാൽ വിവിധ പരിപാടികളാണ്. സാർവജനിക് സമ്മേളൻ, പുരസ്കാർ വിതരൺ, ഫിലിം കാ പ്രദർശൻ, ഇതെല്ലാം വിവിധ പരിപാടികളായിട്ടുണ്ട്. ഇനി നമുക്ക് ഉദ്ഘാടനം വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം, നമ്മളുടെ ചോയ്സ് ആണ്. ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അത്രയേ ഉള്ളൂ. ഇനി ലാസ്റ്റ് സമയമാണ് കേട്ടോ. പ്രദർശൻ दोपहर 10:30 बजे से 4 बजे തക് ബാഗ്ലെ ലാബ് ബഡായോ, അത് വേണമെങ്കിൽ നമുക്ക് എഴുതി കൊടുത്താൽ മതി, ആവശ്യമില്ല കേട്ടാ. ഒരു ഫോർമാറ്റ് എഴുതുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടും വേണ്ടത്
സ്ഥാൻ വേണം, സമയം വേണം, താരീഖ് വേണം, സബ്കാ സ്വാഗത് വേണം, പിന്നെ ഹെഡിങ്ങും വേണം. ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ വിവിധ് പ്രതിയോഗിതായും നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ടും വേണം. ഇപ്പം ഇവിടെ നമ്മൾ സമയം 10 ബജെ എഴുതി, അതുകൊണ്ടാണ് ഇവിടുത്തെ സമയം നമുക്ക് ആവശ്യമില്ല. ഓക്കെ, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ സമയം ഇൻക്ലൂഡ് ചെയ്താൽ മതി. ലാസ്റ്റ് എന്ത് വേണം? സബ്കാ സ്വാഗത്, എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞിട്ട് വേണം ഒരു പോസ്റ്റർ അവസാനിപ്പിക്കാനായിട്ട്. അപ്പോൾ പോസ്റ്റർ എഴുതാൻ വേണ്ടി ഹെഡിങ് വേണം, സ്ഥാൻ, സമയ, താരീഖ്, സബ്കാ സ്വാഗത്. ഇത്രയും കാര്യങ്ങൾ ഒരു പോസ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ 4 മാർക്ക് കിട്ടും പോസ്റ്ററിന്. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു വാർത്താലാപാണ്, ചെറിയൊരു കോൺവെർസേഷൻ. എന്താണ് ആ ഒരു കണ്ടന്റ്, എന്താണ് വിഷയം എന്നുള്ളത് നമുക്ക് നോക്കാം. സ്കൂൾ മേം ഭാഷൺ പ്രതിയോഗിതായേ. അപ്പൊ നമുക്കറിയാം സ്കൂളിൽ ഭാഷണം അവതരിപ്പിക്കാൻ വേണ്ടി നമ്മളുടെ രൺവിജയോട് പറഞ്ഞു. രൺവിജയ് പരേഷാൻ ദാ, പേടിച്ചു പോയി. അപ്പൊ ആ ടൈമിലുള്ള കോൺവെർസേഷൻ ആണ് കേട്ടാ. കലാം പറയും, അരേ കുംവർ തും ക്യോം ഉദാസീൻ ഹോ. രാജകുമാര എന്നാണ് കുംവർ എന്ന് വെച്ചാൽ കേട്ടാ. നീ എന്തേ സങ്കടപ്പെട്ടിരിക്കുന്നേ എന്ന് ചോദിച്ചു. അപ്പൊ രൺവിജയ് പറയും, കുച്ച് നഹി ചോട്ടു, ഒന്നുമില്ല ചോട്ടു എന്ന് പറയും. അപ്പൊ കലാം പറയും, ക്യാ ബാത് ഹേ, എന്താ കാര്യം എന്ന് ചോദിക്കും. അപ്പൊ രൺവിജയ് പറയും, മുജ്സേ കൽ, എന്നോട് കൽ, നാളെ, സ്കൂൾ മേം, സ്കൂളില്, ഹിന്ദി മേം ഭാഷൺ ദേനെ കേ ലിയേ കഹാ ഹേ, ഹിന്ദിയിലെ ഭാഷണം അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. കലാം പറയും, വ അച്ചി ബാത് ഹേ നാ, അത് നല്ല കാര്യല്ലേ എന്ന് പറയും. അപ്പൊ രൺവിജയ് പറയും, ബാത് യഹ് ഹേ ചോട്ടു, കാര്യം ഇതാണ് ചോട്ടു, മുജെ ഹിന്ദി അച്ചി തര മാലൂം നഹി, എനിക്ക് ഹിന്ദി അത്ര നല്ല പോലെ മാലൂം നഹി, അറിയില്ല. അപ്പൊ കലാം പറയും, യഹി ബാത്തേന, ഇതാണോ കാര്യം, മേം തുമാരി മദത് കരൂങ്ക, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ രൺവിജയ് ചോദിക്കും, കേസേ, എങ്ങനെ ഹെൽപ്പ് ചെയ്യും? അപ്പൊ കലാം പറയും, മേ ലിഖ് ദൂങ്ക, ഞാൻ എഴുതി തരാം, തും പ്രസ്തുത് കരോ, നീ അവതരിപ്പിച്ചോളൂ എന്ന് പറയും. അപ്പൊ രൺവിജയ് പറയും, ജറൂർ, തീർച്ചയായും, ബഹൂത് ബഹൂത് ധന്യവാദ് ചോട്ടു, വളരെ വളരെ നന്ദി ചോട്ടു എന്ന് പറയും. ഇതൊരു കോൺവെർസേഷൻ ആണ്. എത്ര മാർക്കിന് എക്സാമിന് ചോദിക്കുക? 4 മാർക്കിന് ചോദിക്കാറുള്ള ഒരു കോൺവെർസേഷൻ ആണ് കേട്ടാ. ഇനി നെക്സ്റ്റ് ഈ ഒരു സെയിം സന്ദർഭം തന്നെയാണ്, ഒരു ചെറിയൊരു റപ്പട്ടാണ് കേട്ടാ. റപ്പട്ട് തയ്യാർ കറേ. റപ്പട്ട് എന്ന് വെച്ചാൽ എന്താ? ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്, ന്യൂസ് റിപ്പോർട്ടാണ് റപ്പട്ട്. വിഷയം എന്താണ്? സ്കൂൾ കെ ഭാഷൺ പ്രതിയോഗിത മേം. അപ്പൊ സ്കൂളില് ഭാഷണം അവതരിപ്പിച്ചോ, നമ്മളുടെ ആർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി? നമ്മുടെ രൺവിജയ്ക്ക് പ്രഥം പുരസ്കാർ പാത്ത, ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടി. അപ്പൊ അതാണ് പ്രഥം സ്ഥാൻ മില, ഫസ്റ്റ് പ്രൈസ് കിട്ടി. അതാണ് നമ്മളുടെ ആ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അതിനോടനുബന്ധിച്ചിട്ടാണ് നമ്മളൊരു പത്രവാർത്ത തയ്യാറാക്കേണ്ടത്. അപ്പൊ ഒരു പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ ആദ്യം ഹെഡിങ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഭാഷൺ പ്രതിയോഗിത രൺവിജയ്ക്കോ പ്രഥം സ്ഥാൻ. അപ്പൊ ഭാഷണം അവതരിപ്പിച്ചപ്പോൾ രൺവിജയ്ക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. നമ്മൾ ഹെഡിങ് ക്വസ്റ്റ്യനിൽ നിന്ന് കൊടുത്തു. നെക്സ്റ്റ് സ്ഥാൻ നമ്മൾ എഴുതണം. ഇവിടെ ജയ്സൽമേർ. അപ്പൊ ഇവിടെ സ്ഥാൻ എഴുതി, ജയ്സൽമേർ എന്ന് എഴുതി സ്ഥലം. ഓക്കെ, ഇനി നമുക്ക് കണ്ടന്റ് എഴുതാം. കൽ, ഇന്നലെ, ജയ്സൽമേർ കെ സർക്കാരി ഹൈസ്കൂൾ മേം, ജയ്സൽമേറിലെ സർക്കാരി ഹൈസ്കൂളില് ഭാഷൺ പ്രതിയോഗിത ചലായി ഗയി, ഭാഷൺ അവതരണം, ആ ഒരു കോമ്പറ്റീഷൻ നടന്നു. ഇസ്മേം, ഇതില് ഠാണെ കെ റാണ കാ ബേഠ, ഠാണയിലെ രാജാവിന്റെ മകനായിട്ടുള്ള കുൻവർ രൺവിജയ്ക്കോ, കുമാരനായ രൺവിജയ്ക്ക് പ്രഥം സ്ഥാൻ പ്രാപ്ത് ഹുവ, ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടി. പുരസ്കാർ പ്രാപ്തി കെ ബാദ്, പുരസ്കാരം കിട്ടിയതിന് ശേഷം ഉസ്നെ കഹാ കി, അവൻ പറഞ്ഞത് അപ്പനെ ദോസ്ത് കലാം നെ, അവന്റെ കൂട്ടുകാരനായിട്ടുള്ള കലാമാണ് യഹ് ഭാഷൺ തയ്യാർ കിയാദാ, ഈ ഭാഷൺ തയ്യാറാക്കിയത്. ഇസ്ലിയേ, അതുകൊണ്ട്, പുരസ്കാർ ഉസ്കെ ലിയേ ഹേ, പുരസ്കാർ അവന് വേണ്ടിയാണ്. കുംവർ കി ഹിന്ദി അച്ചി നാ ഹോനെ സേ, കുമാരനായ രൺവിജയുടെ ഹിന്ദി നല്ലതല്ലാത്തത് കൊണ്ട് കലാം ഉസ്കി മദത് കീതി, കലാമാണ് അവനെ സഹായിച്ചത്. പുരസ്കാർ വിതരൺ സ്കൂൾ കെ, പുരസ്കാരം വിതരണം ചെയ്തത് സ്കൂൾ കെ, സ്കൂളിലെ പ്രധാനാധ്യാപിക നെ കിയ, പ്രധാനാധ്യാപികയാണ്, സ്കൂളിലെ മെയിൻ ആയിട്ടുള്ള ഹെഡാണ്, പ്രധാനാധ്യാപികയാണ് ഈ ഒരു പുരസ്കാരം വിതരണം ചെയ്തത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു പത്രവാർത്ത റപ്പട്ട് എഴുതുമ്പോൾ ഒരുപാട് വാരി വലിച്ച് എഴുതേണ്ട, പക്ഷെ കണ്ടന്റ് ഉണ്ടായിരിക്കണം, ഹെഡിങ് ഉണ്ടായിരിക്കണം, സ്ഥാനം ഉണ്ടായിരിക്കണം. ഇത്ര എഴുതി കഴിഞ്ഞാൽ 4 മാർക്ക് ഷുവറാണ്. ഇനി ഒരു ചെറിയൊരു ക്വസ്റ്റ്യനും കൂടിയുള്ളൂ, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത് കഴിഞ്ഞ ഓൺ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മോർപാൽ കി ഡയറി, മോർപാലിന്റെ ഡയറി ആണ്. ഏതാണ് ഇൻസിഡന്റ് നോക്കിയാ? പഹ്ലി ബാർ രാജ്മാ ഗായേ ദിവസ്, ആദ്യത്തെ തവണ രാജ്മാ ചാവല് കഴിച്ച ദിവസത്തെ മോർപാലിന്റെ ഡയറിയാണ് എഴുതണ്ടേ.
അപ്പൊ ഇതാണ് കഴിഞ്ഞ ഓൺ എക്സാമിന് നമുക്ക് 4 മാർക്കിന് ചോദിച്ച ചോദ്യം കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യനാ ചോദിച്ചേ. ഒരു തവണ ചോദിച്ചിട്ടുള്ളൂ. 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമുക്കറിയാലോ താരീഖ് എഴുതി. ഒരു ഡയറി എഴുതുമ്പോൾ താരീഖ് വേണം, ബോക്സ് വേണം, ഫോർമാറ്റ് വേണം. നമുക്ക് അറിയുന്ന കാര്യമില്ലേ. അപ്പൊ ആദ്യം താരീഖ് എഴുതി. ഇനി നമുക്ക് കണ്ടന്റ് എഴുതാലോ. ആജ് മേരെ ലിയേ ഏക് വിശേഷ് ദിൻ ഥാ. ഇന്ന് എനിക്ക് ഒരു വിശേഷപ്പെട്ട ദിവസമായിരുന്നു, സ്പെഷ്യൽ ഡേ ആയിരുന്നു. പഹ്ലി ബാർ ആദ്യത്തെ തവണ മേനെ രാജ്മ ഖായ ഞാൻ രാജ്മ കഴിച്ചു. കിതന സ്വാദിഷ്ട് ഹേ എത്ര ടേസ്റ്റി ആയിരുന്നു. ഉസേ ഗാനെ സെ പഹ്ലെ അത് കഴിക്കുന്നതിനേക്കാളും മുൻപ് മേംനെ ഞാൻ കബി രാജ്മ ദേഖാ ഭി നഹീ താ ഒരിക്കൽ പോലും ഞാൻ രാജ്മ കണ്ടിട്ട് പോലുമില്ല. രാജ്മ ജേസി ചീസ് രാജ്മ പോലെയുള്ള ഒരു വസ്തു മേരെ ലിയേ തോ എന്നെ സംബന്ധിച്ച് അപൂർവഹീത ഒരു അപൂർവമായൊരു വസ്തുവായിരുന്നു രാജ്മ. പർ ഉസ്കേ ലിയേ പക്ഷെ അവന് വ ഏക് സാധാരണ ചീസ് ദാ അതൊരു സാധാരണ വസ്തുവായിരുന്നു. ആർക്ക്? മിഹിറിന്. മിഹിർ നല്ല പണക്കാരനാണ്, അവന് ഇത് സാധാരണ വസ്തുവാണ്. അപ്പൊ അവനിതൊരു സാധാരണ വസ്തുവായിരുന്നു. മേം ഓർ ഉസ്കെ ബീച്ച് എനിക്കും അവനും ഇടയിൽ, അവനും ഇടയിൽ, എനിക്കും അവനും ഇടയില് ഗേൽ ഗണ്ടി മേം ഈ ഒരു ഇന്റർവെല്ലില് ഗാനെ കി അദല ബദലി കർനെ കാ നിശ്ചയ കിയാ ഫുഡിന്റെ എക്സ്ചേഞ്ച് നടത്താനായിട്ട് തീരുമാനിച്ചു. ഉസ്കെ ഗർസിലായ അവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന രാജ്മ ചാവൽ മേനെ ഖായ രാജ്മ ചാവല് ഞാനും കഴിക്കും. ഓർ മേരെ ഗർസിലായ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ചാഞ്ച് ഉസ്നെ ബി മോര് അവന്. ഏസെ ലഗാ കി എന്താ തോന്നിയെന്ന് വെച്ചാല് ചാഞ്ച് ഉസ്കി കംസോരി ഹേ മോര് അവന്റെ വീക്ക്നെസ് ആയിരുന്നു എന്നാണ് തോന്നിയത്. ആജ് സേ ഹർ ദിൻ ഇന്ന് തൊട്ട് എല്ലാ ദിവസവും ഹർ ദിൻ മേം അപ്പനെ ഘർ സേ ചാഞ്ച് ലാക്കർ ഉസേ ദൂംഗാ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ മോര് കൊണ്ടുവന്ന് ഉസേ ദൂംഗാ അവന് ഞാൻ നൽകും. അപ്പൊ ഇത്രയേ ഉള്ളൂ മോർപാലിന്റെ ഡയറി. ഇത് എത്ര മാർക്കിനാണ് ചോദിക്കുക? 4 മാർക്കിനാണ് ചോദിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആൻഡ് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ 4 മാർക്കിന്റെ ചോദ്യങ്ങൾ പറഞ്ഞു, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ലപോലെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അയാം കലാം കി ബഹാനെ എന്നുള്ള ഇപ്പൊ നമ്മളെല്ലാ ഭാഗവും ടച്ച് ചെയ്തു പോയില്ലേ. 2 സ്റ്റോറി അതിൽ വരുന്നുണ്ട്, മോർപാലിന്റെ മിഹിറിന്റെ സ്റ്റോറിയും പിന്നെ നമ്മുടെ കലാം ചോട്ടുവിന്റെ റൺവിജയുടെയും സ്റ്റോറി. അത് ഫിലിമിലെ സ്റ്റോറിയാണ്. അപ്പൊ ഈ 2 കഥയിലും മിസ്സി പറഞ്ഞ എല്ലാ ഭാഗവും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഫോർമാറ്റ് എല്ലാം നമ്മൾ വീഡിയോ ഇട്ടതല്ലേ. അപ്പൊ അത് നല്ലപോലെ എല്ലാവരും കണ്ടുപഠിക്കാം. അപ്പൊ ഈ ഒരു ചാപ്റ്ററും കൂടി നമുക്ക് ഓൺ എക്സാമിനുള്ളൂ. അപ്പൊ നല്ലപോലെ എക്സാം എഴുതാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.